ഇപ്പോൾ ഡോക്ടർ യൂനുസ് അലി പുൽപ്പാടൻ കൂടി ചേരുകയാണ്. അദ്ദേഹം ദുരന്ത നിവാരണ വിദഗ്ധനാണ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഐസർ മൊഹാലി. ഡോക്ടർ യൂനുസ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ താങ്കൾ മനസ്സിലാക്കുന്നുണ്ടാവും. ഇത് തന്നെയാണോ ഇപ്പോൾ ചെയ്യേണ്ടത്? ഞാൻ ആ ഒരു വളരെ അടിസ്ഥാനപരമായ ചോദ്യത്തിൽ നിന്ന് തുടങ്ങുകയാണ്. ഇങ്ങനെ തന്നെയാണോ നമ്മുടെ രക്ഷാപ്രവർത്തന നീക്കങ്ങൾ ഉണ്ടാകേണ്ടത്? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ജീവനോടെ ബാക്കി നിൽക്കുന്ന ആളുകൾ മുഴുവൻ ഒഴിപ്പിച്ചു. ഇനിയിപ്പോൾ അങ്ങോട്ട് കൂടുതൽ വലിയ എക്യുപ്മെന്റ്സ് എത്തിച്ച് അവിടെ നിന്ന് സെർച്ച് എന്നതിന് ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്താനുള്ള ഒരു പ്രവർത്തനത്തിലേക്കാണ് പോകുന്നത്. അത് വളരെ ഗംഭീരമായി തന്നെ പോകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? തീർച്ചയായും പ്രമോദ്, തീർച്ചയായും നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റും അതുപോലെ തന്നെ നമ്മുടെ NDRF ടീമും ആർമി എല്ലാം ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഒരു ദുരന്തം നടന്നതിന് ശേഷം ചെയ്യേണ്ടത്. അത് തീർച്ചയായും നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ഒരു പ്രോഗ്രസ് വെച്ച് ഇത്തരം ഒരു സാഹചര്യത്തിൽ നടക്കാവുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാക്കാൻ കഴിഞ്ഞോ? കാരണം അവിടെ നിന്ന് ഇപ്പോൾ മുണ്ടക്കൈ പ്രദേശത്ത് നിന്ന് അവിടെ പലയിടത്തായി കുടുങ്ങിക്കിടന്ന മനുഷ്യരെ, ജീവനോടെയുള്ള ആളുകളെ മുഴുവനായും ഒഴിപ്പിക്കാൻ കഴിഞ്ഞു. ഇനി അവിടെ ആരും ബാക്കിയില്ല എന്നതാണ്. അതിൽ വ്യോമസേന കാര്യമായ പങ്ക് വഹിച്ചു. അതുപോലെ തന്നെ മറ്റ് സൈന്യവും മറ്റ് രക്ഷാപ്രവർത്തകരും ഒക്കെ അതിനകത്ത് പങ്കെടുത്തു. അപ്പോൾ ആ നിലയ്ക്ക് ഒരു ദിവസം ഇത്തരം വളരെ പ്രതികൂലമായ, വളരെ അഡ്വേഴ്സായി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതിലും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു, മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന് താങ്കൾ പറയുമോ? തീർച്ചയായും നമ്മുടെ സൈന്യവും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരും ഗവൺമെന്റും ചെയ്യുന്നത് എന്റെ അറിവിൽ ഇപ്പോൾ നല്ലൊരു രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു കാര്യവും. ഓക്കെ, ഇതിൽ എത്ര വലിയൊരു ടാസ്ക്കാണ് നമ്മുടെ മുമ്പിലുള്ളത്? ഇപ്പോൾ പറയാണെന്ന് വെച്ചാൽ കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന ഒരു പട്ടണം തന്നെ, ഒരു പ്രദേശം തന്നെ ഇല്ലാതായി. അത് മുഴുവൻ മണ്ണ് മൂടി കിടക്കുകയാണ്. അതിലുള്ള എത്ര വീടുകൾ ഉണ്ടായിരുന്നു എന്ന് ആരോടും ഇപ്പോൾ ചോദിക്കാൻ പോലും കഴിയാതെ, എവിടെയാണ് വീട്, എവിടെയായിരുന്നു മറ്റ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മറ്റ് കട തുടങ്ങിയ കാര്യങ്ങളൊന്നും ആരോടും ചോദിക്കാൻ കഴിയില്ല. ആ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ മണ്ണിനടിയിൽ ആയിപ്പോയി എന്നുള്ളതാണ്. ആർക്കും പറഞ്ഞു തരാൻ കഴിയാത്ത വിധം ബാക്കി എല്ലാവരും തന്നെ ആ പ്രദേശത്തെ ഒരു പുതിയ നിലയിൽ കാണുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് എത്ര വലിയൊരു ടാസ്ക്കാണ്? എന്തൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളികൾ? ഒത്തിരി വെല്ലുവിളി ഉണ്ട് നമ്മുടെ മുമ്പിൽ. പക്ഷെ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഈ വീടുകൾ എവിടെയൊക്കെ ആയിരുന്നു നമുക്ക് സാറ്റലൈറ്റിന്റെ സഹായത്തോടു കൂടി കണ്ടുപിടിക്കാൻ പറ്റും. അതും കൂടെ ഇതിൽ സെർച്ച് റെസ്ക്യൂ അല്ലെ കുറച്ച് ജിയോളജിസ്റ്റിനെ, അതുപോലെ തന്നെ സാറ്റലൈറ്റ് ഡാറ്റ ഉപയോഗിക്കുന്ന നമ്മുടെ KSDMA ഒരുപാട് പേര് സാറ്റലൈറ്റ് ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്. അവരെ, അതുപോലെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സ്, ഈ ലാൻഡ് സ്ലൈഡ് എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ഉണ്ട്. അവരെയും കൂടി ഈ സെർച്ച് ആൻഡ് റെസ്ക്യൂവിൽ ഉൾപ്പെടുത്തണം എന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. അതുകൊണ്ട് എന്താണ് മെച്ചം? അവർക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? അവർക്ക് എവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്നെന്നോ അതിന്റെ പഴയ ഉപഗ്രഹ ചിത്രങ്ങൾ എടുത്തിട്ട് അവർക്ക് ഈസി ആയിട്ട് അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചില ഉപകരണങ്ങൾ, അതായത് നമ്മുടെ GPR പോലത്തെ ഉപകരണങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് നമുക്ക് അതെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട്, ലോജിസ്റ്റിക്കൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് മെയിനായിട്ട് നമ്മുടെ പഴയ ഉപഗ്രഹ ചിത്രങ്ങൾ എടുത്തിട്ട് വീടുകൾ എവിടെയൊക്കെ ഉണ്ടായിരുന്നോ അവിടെയെല്ലാം നമുക്ക് കണ്ടുപിടിച്ചിട്ട് റെസ്ക്യൂവിന് മുൻകൈ എടുക്കണം എന്നാണ് ഒരു അഭിപ്രായം. ശ്രീ വേണു നായർ, ഈ ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പൊ ഇത്രയും പരന്നു കിടക്കുന്ന ഒരു സ്ഥലത്ത് എല്ലാം മണ്ണുമൂടിയ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു ബോഡി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും? ഇപ്പം നമ്മൾ വെള്ളത്തിനടിയിൽ അർജുൻ ഉണ്ടോ എന്നുള്ള മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ചില അന്വേഷണങ്ങൾ നടത്തിയല്ലോ. സമാനമായി എന്തെങ്കിലും നമുക്ക് മണ്ണിനടിയിൽ അതിനുള്ള സാധ്യതകളുണ്ടോ? ആർമിയുടെ സംവിധാനങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും സാധ്യമാണോ? ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം മണ്ണും വെള്ളവും ഉള്ളൊരു ഏരിയയിൽ GPR അതുപോലെ തന്നെ നൂതന സാങ്കേതിക വിദ്യകളൊന്നും വർക്കാവാൻ ചാൻസ് കുറവാണ്.
ശ്രീ വേണു നായർ, ഞാൻ താങ്കളോടും കൂടിയാണ് ചോദിക്കുന്നത്. സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അത് കുറെ കൂടി പ്രായോഗികമായി കൊണ്ടുവരാൻ എന്തെങ്കിലും മാർഗം കാണുമോ? അത് ടെക്നിക്കലി ഫീസിബിൾ ആയിരിക്കുകയില്ല. എന്ന് വെച്ചാൽ റഡാറോ സൗണ്ട് റേഞ്ചിങ് അതുപോലുള്ള ഡീപ്പ് സെർച്ച് ഒക്കെ ചെയ്യുന്നത് നമ്മൾ ബോഡി പാർട്സിന് വേണ്ടിയിട്ടില്ല. തെർമൽ ഇമേജിങ് ജീവനുള്ള ബോഡിയിൽ നേരത്തെ ഹീറ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെയും ബുദ്ധിമുട്ടാണ് അത്. പിന്നെ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ ആയിട്ട് മാത്രമേ ഇത് ചെയ്തതായിട്ട് എനിക്കറിവുള്ളൂ. നമ്മൾ ഇങ്ങനെ കൂടുതൽ ആയിട്ട് അതിനെപ്പറ്റി അതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതാണല്ലോ നമ്മുടെ കഴിഞ്ഞ ഒരു പവളപ്പാറ അവിടെ 21 ബോഡീസ് യെറ്റ് ടു ബി അക്കൗണ്ടഡ് ഫോർ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് എസ്പെഷ്യലി ഇവിടെ ഈ ഇതുപോലെ ചളിയിൽ പുതഞ്ഞു കിടക്കുന്ന ദേഹങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് വൺ ആഫ്റ്റർ അനദർ ഒന്ന് യു ഗോ, പിന്നെ അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് പിന്നെ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. ഇല്ലാതെ ഒന്നാമത് ആർമിയുടെ കയ്യിൽ അങ്ങനെയുള്ള ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടാസ്ക് ഇല്ല, അങ്ങനെ ഒരു റിക്വയർമെന്റ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഐ കനോട്ട് എൻവിസാജ് സച്ച് എ ടാസ്ക്. ഓവർ ടു യു. ഓക്കെ.